Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 10. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. അകന്നു പോകുന്ന ഓട്ടോറിക്ഷയും നോക്കി അല്പനേരം അവിടെ തന്നെ നിന്നുപോയ അവൾ കർച്ചീഫ് കൊണ്ട് മുഖം തുടച്ചിട്ട് തിരിഞ്ഞപ്പോ തൊട്ടു മുന്നിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ സെബാസ്റ്റ്യൻ സാർ. അങ്ങേരുടെ കൂടെ നിൽക്കുന്ന ആളെ കണ്ട് ഗൗരിയുടെ മുഖം സംശയത്തോടെ ആദ്യമൊന്ന് ചൊളിഞ്ഞു. അടുത്ത നിമിഷം അത് ആരാണെന്ന് മനസ്സിലാക്കിയ അവൾ വല്ലാതൊന്ന് ഞെട്ടുകയും ചെയ്തു. ഇടുക്കിയിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ദിനത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ നടന്ന ദിവസത്തെ സായാഹ്നത്തിലേക്കാണ് അവളുടെ ഓർമ്മകൾ പോയത്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഫൈനൽ ഇയർ ബാച്ചിൽ പഠിച്ചിരുന്ന അരുണേട്ടന്റെ ക്ലാസ്മേറ്റും അടുത്ത സുഹൃത്തുമായിരുന്ന ക്രിസ്റ്റി എന്ന് വിളിപ്പേരുള്ള ക്രിസ്റ്റഫർ. ക്യാൻറ്റീനിൽ നിന്നും ഇറങ്ങി വരുന്ന ക്രിസ്റ്റിയുടെയും അരുണേട്ടന്റെയും മുന്നിലേക്ക് അനന്തേട്ടനും കൂട്ടരും ചാടി വീഴുന്നത് ശ്രീഗൗരി കോളേജിന്റെ മുകളിലത്തെ വരാന്തയിൽ നിന്നും കണ്ടു. തടയാൻ ശ്രമിച്ച അരുണേട്ടനെ പിടിച്ചു മാറ്റിയിട്ട് എല്ലാവരും കൂടി ക്രിസ്റ്റഫറെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ടുകൊണ്ടാണ് ഗൗരി താഴേക്കുള്ള പടികൾ ഓടി ഇറങ്ങിച്ചെന്നത്. അവൾ താഴേക്ക് എത്തിയപ്പോഴേക്കും ക്രിസ്റ്റി അടികൊണ്ട് വീണ് കിടപ്പുണ്ടായിരുന്നു. ഓടി ഇറങ്ങിച്ചെന്ന ഗൗരിയെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് അനന്തൻ താഴെ കിടന്നിരുന്ന അവന് നേരെ വിരൽ ചൂണ്ടിയത്. ഇനി നീ എന്റെ പെങ്ങളുടെ നേരെ ഒരു ചെറുവിരലെങ്ങാനും ഉയർത്തിയെന്ന് ഞാൻ അറിഞ്ഞാല് നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്കൊരു മടി ഉണ്ടാകില്ല, കേട്ടോടാ. തിരിഞ്ഞു നടന്ന അനന്തന്റെ കൈകളിൽ ഒതുങ്ങി ചേർന്ന് നടക്കുന്നതിനിടയിൽ അവൾ തിരിഞ്ഞു നോക്കുമ്പോ പരിക്കുകളോടെ എഴുന്നേറ്റിരുന്ന ക്രിസ്റ്റിക്ക് ചുറ്റും പിള്ളേര് കൂടുന്നുണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് തിരുവാതിര കളിക്ക് തയ്യാറെടുത്ത് സ്റ്റേജിന് പിന്നിൽ നിൽക്കുന്നതിനിടയിലായിരുന്നു ക്രിസ്റ്റി അവളുടെ ഇടുപ്പിൽ കയറി പിടിച്ചത്. മെക്കിലെ ആൺപിള്ളേര് കൂട്ടം കൂടിയിരുന്ന് പെൺപിള്ളേര് കളിയാക്കുന്നത് പതിവായിരുന്നെങ്കിലും അത്തരമൊരു സംഭവം ആദ്യമായിട്ടായിരുന്നു. മദ്യത്തിന്റെ മണമടിച്ചിരുന്ന അവന്റെ അടുത്തു നിന്നും പിടഞ്ഞു മാറി അവൾ നേരെ ചെന്ന് കാര്യം പറഞ്ഞത് അവിടെ തന്നെ കമ്പ്യൂട്ടർ ഫൈനൽ സെമസ്റ്ററിന് പഠിച്ചിരുന്ന അനന്തനോടായിരുന്നു. അതിന്റെ ബാക്കിയായിരുന്നു അന്ന് വൈകുന്നേരം അവിടെ അരങ്ങേറിയത്. സംഭവം പ്രിൻസിപ്പൾ അറിഞ്ഞതോടെ ക്രിസ്റ്റഫറെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പിന്നീട് അയാൾ ആ കോളേജിലേക്ക് വന്നിട്ടില്ല. ആ ക്രിസ്റ്റഫർ ആണ് ഇപ്പോൾ തൊട്ടു മുന്നിൽ സെബാസ്റ്റ്യൻ സാറിനോടൊപ്പം നിൽക്കുന്നത്. ഏയ് ഗൗരി, താനിത് എന്താലോചിച്ചുകൊണ്ടാ നിൽക്കുന്നേ? സെബാസ്റ്റ്യൻ സാറിന്റെ ചോദ്യം കേട്ട് അവൾ രണ്ടുപേരെയും പകച്ചു നോക്കി. ഇതാ ഞാൻ പറയാറുള്ള എന്റെ അനിയൻ കുഞ്ഞ്. നാട്ടിൽ നിന്ന് വരുന്ന വഴിയാ. അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മുങ്ങിയാള് ദേ ഇവിടെ പൊങ്ങി. വേറൊന്നുമല്ല, ഇവന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ നാട്ടിലെ ഒരു പ്രമാണിയുടെ മകൻ അങ്ങ് കയറി പിടിച്ചു. അവനെ തല്ലി ഒരു പരവാക്കിയിട്ടുള്ള വരവായത്. ഇനി കുറച്ചു നാള് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. ഗൗരി നെറ്റി ചൊളിച്ചു. അപ്പോ കൂട്ടുകാരന്റെ പെങ്ങളെ കയറി പിടിക്കുന്നത് തലവെള്ളിതരാണെന്നൊക്കെ അറിയാം. എന്നിട്ടാണ് താനെന്ന് കോളേജിൽ വെച്ച് എന്നോട് അങ്ങനെ പെരുമാറിയതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും സെബാസ്റ്റ്യൻ സാറിനോടുള്ള ബഹുമാനം കൊണ്ട് അവൾ നാവടക്കി. അനിയൻ കുഞ്ഞെന്ന് സെബാസ്റ്റ്യൻ സാറ് ഇടയ്ക്കിടെ പറയാറുണ്ടെങ്കിലും അത് ഇയാളായിരിക്കുമെന്ന് എങ്ങനെ അറിയാൻ? എഞ്ചിനീയറിംഗിന് പഠിച്ചിരുന്നതാ, ഇടയ്ക്ക് വെച്ച് അത് നിർത്തിയിട്ട് LLBക്ക് പോയി. ഇപ്പോ അപ്പന് നാട്ടിൽ ചെറിയ തോട്ടമുള്ളതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി സ്വസ്ഥം, അല്ലടാ. ക്രിസ്റ്റഫർ ചിരിച്ചും കൊണ്ട് തലകുലുക്കി. ഇച്ചായ, ഗൗരി എനിക്കറിയാം. എഞ്ചിനീയറിംഗ് കോളേജിലെ എന്റെ ജൂനിയർ ആയിരുന്നു. ആണോ? ഓ, ഗൗരിയും പഠിച്ചത് ഇടുക്കിയിലാണല്ലോ അല്ലേ? ഞാനത് ഓർത്തില്ല. ആ, എന്നാ നീ വീട്ടിലേക്ക് ചെല്ലേ, ജിറ്റ അവിടെയുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് എത്തിയേക്കാം. തല കുലുക്കിയിട്ട് ക്രിസ്റ്റഫർ തിരിഞ്ഞു നടന്നപ്പോ സെബാസ്റ്റ്യൻ സാർ അവളെയും കൂട്ടി സ്റ്റാഫ് റൂമിന് നേർക്ക് നടന്നു. സ്റ്റാഫ് റൂമിന്റെ പടികൾ കയറുമ്പോ ഗൗരി ഒന്ന് തിരിഞ്ഞു നോക്കി. അവളെ തന്നെ നോക്കിക്കൊണ്ട് ക്രിസ്റ്റഫർ ആ കോളേജിന്റെ ഗേറ്റിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ശനിയാഴ്ച വൈകിട്ട് അമ്പലത്തിലേക്ക് കയറുമ്പോ ഗൗരിയുടെ കണ്ണുകൾ നീലിമയെ തേടുകയായിരുന്നു. വിവാഹം നിശ്ചയിച്ച കാര്യം അറിഞ്ഞതിൽ പിന്നെ അവൾ അത്ര അടുപ്പത്തിലല്ല. അതിനു പിന്നിലുള്ള കാര്യമെന്തെന്നറിയാമെങ്കിലും ഒരു തട്ടിൽ അനന്തേട്ടന്റെ ജീവനും മറുതട്ടിൽ ദേവേട്ടന്റെ സ്നേഹവും തൂങ്ങുമ്പോൾ അനന്തേട്ടന്റെ ജീവനിരിക്കുന്ന തട്ട് മാത്രമേ തന്റെ മനസ്സിൽ താഴുകയുള്ളൂ. അവൾ അവളുടെ ഏട്ടന് വേണ്ടി നിൽക്കുന്നത് പോലെ തന്നെയാണ് താൻ തന്റെ ഏട്ടന് വേണ്ടി നിൽക്കുന്നത്. പക്ഷേ അതവളെ പറഞ്ഞു മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കില്ലല്ലോ എന്ന ചിന്തയിൽ അവളുടെ മനസ്സുരുകി. നടയ്ക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ നീലിമ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും പ്രത്യാശയോടെയാണ് ഗൗരി അടുത്തേക്ക് ചെന്നത്. എന്നാൽ തന്റെ അടുത്തേക്ക് വന്ന ഗൗരിയെ കണ്ട് നീലിമ മുഖം വെട്ടിത്തിരിച്ച് വലത്തിടാനായി നീങ്ങി. മനസ്സ് പിടഞ്ഞെങ്കിലും പിന്നാലെ ചെന്ന് ഗൗരി അവളെ പിടിച്ചു നിർത്തി. അവളുടെ കണ്ണുകളിലെ ദൈന്യത കണ്ടിട്ടും നീലിമ മുഖം കനപ്പിച്ചു തന്നെ നിന്നു. നീ എന്നോട് പിണക്കമാണോ നീലു?
ഗൗരിയുടെ വാക്കുകൾ ചിലമ്പിച്ചിരുന്നെങ്കിലും നീലുവിന്റെ മനസ്സ് അലിഞ്ഞില്ല. നീ എന്നോട് മിണ്ടണ്ട ഗൗരി. നീ കാരണം എന്റെ ഏട്ടൻ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയോ? മറുപടി പറയാതെ ഗൗരി തല താഴ്ത്തി. ഏട്ടൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന കാര്യം നിനക്കറിയില്ലായിരുന്നു എന്ന് നീ എന്നോട് പറയരുത്. ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയാതെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ദൈവം പെണ്ണുങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ നീ പറയുന്നു നിനക്ക് സജീവനെ ഇഷ്ടമെന്ന്. അയാളുടെ കാശ് കണ്ടപ്പോ നീ മയങ്ങിപ്പോയോടി. മുഖമുയർത്തിയ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീ അങ്ങനെയാണോ നീലു എന്നെ കരുതിയിരിക്കുന്നേ? അടുത്തുകൂടി പോയ പരിചയക്കാരിൽ ചിലർ ശ്രദ്ധിക്കുന്നത് കണ്ട് അവൾ കൈ ഉയർത്തി മുഖം തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും പാടെ പരാജയപ്പെട്ടു പോയി. മുന്നിൽ നിന്നും നടന്നു മറയാൻ ശ്രമിച്ച നീലുവിനെ ഗൗരി വീണ്ടും കൈക്ക് പിടിച്ചു നിർത്തി. നീ നിന്റെ ഏട്ടന് വേണ്ടി നിൽക്കുന്നത് പോലെ തന്നെയാ നീലു ഞാൻ അനന്തേട്ടന് വേണ്ടി നിൽക്കുന്നത്. എനിക്കിപ്പോ പ്രധാനം അനന്തേട്ടന്റെയും വൈശാഖിയുടെയും സന്തോഷമാണ്. അതിനുവേണ്ടി നീ സജീവനെ വിവാഹം കഴിക്കുന്നത് എന്തിനാ? നീലുവിന്റെ ശബ്ദം ഉയർന്നപ്പോ ശ്രീകോവിലിൽ നിന്നും പുറത്തേക്കിറങ്ങിയ മേൽശാന്തി ഒരു നോട്ടത്തിലൂടെ അവളെ ശാസിച്ചു. ഈ വിവാഹം നടന്നാൽ വെല്ലിച്ചനും അപ്പച്ചയുമൊക്കെ പഴയതുപോലെ ഞങ്ങളോട് അടുപ്പം കാണിക്കുന്നീലു. അനന്തേട്ടന്റെയും വൈശാഖിയുടെയും വിവാഹം അവർ അംഗീകരിക്കും. ആ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കാൻ സജീവേട്ടന് കഴിയും. ഞാൻ അതേ നോക്കിയുള്ളൂ. ശബ്ദം താഴ്ത്തി ഗൗരി പറഞ്ഞത് ശ്രദ്ധിക്കാതെ നീലിമ കൈ കുടഞ്ഞു. കൈവിട്. പിടി വിടുവിച്ച് അവൾ തിരിഞ്ഞു നോക്കാതെ നടന്നകന്നപ്പോ നിറഞ്ഞ കണ്ണുകളുമായി ഗൗരി ശ്രീകോവിലിന് നേർക്ക് തിരിഞ്ഞു. അവളുടെ കല്യാണത്തിന് മുന്നേ എനിക്ക് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ പറ്റൂ? ശ്രീജിത്തിനെതിരെ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ കൂടിയ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞപ്പോഴായിരുന്നു ദേവന്റെ ചോദ്യം. കസേരയിൽ നിന്നും എഴുന്നേറ്റ വിശ്വൻ ദേവന്റെ മുന്നിൽ വന്ന് ആശ്വസിപ്പിക്കാനെന്നോണം അവന്റെ തോളത്തൊന്നു തട്ടി. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ ഞാൻ അക്കാര്യം അന്വേഷിച്ചിരുന്നു. അടുത്ത മാസം 15-ാം തീയതിയല്ലേ കല്യാണം? 10-ാം തീയതിയാണ് അടുത്ത ബാച്ചിന്റെ ട്രെയിനിങ് തുടങ്ങുന്നത്. ആ ബാച്ചിൽ തന്നെ നിന്നെ കയറ്റാനും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ച അപ്പോയിന്റ്മെന്റ് ഓർഡർ വരും. ഫിറ്റ്നസ് ടെസ്റ്റ് എല്ലാം പാസ്സായാൽ നമുക്ക് ആ ബാച്ച് തന്നെ പിടിക്കാം. നിരാശയോടെ ഒന്ന് മൂളിയിട്ട് ദേവൻ കസേരയിലേക്ക് ചാരിയപ്പോ വിശ്വൻ സിഗരറ്റിന് തീ കൊളുത്തി. ഒരെണ്ണം നീങ്ങു തന്നെ. ദേവൻ കൈ നീട്ടി. വിശ്വൻ ചിരിച്ചു. വേണ്ടാത്ത ശീലങ്ങളൊന്നും തുടങ്ങണ്ട, ഇങ്ങ് താട. രണ്ടാമതും അവൻ ആവശ്യപ്പെട്ടപ്പോ പാക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് വിശ്വൻ അവന് നീട്ടി. തീപ്പെട്ടി വാങ്ങി കത്തിച്ച് പുക ഊതി വിട്ടപ്പോ നെറുകയിൽ കയറിയതുപോലെ അവനൊന്ന് ചുമച്ചു. വിശ്വൻ സഹതാപത്തോടെ അവനെ നോക്കി. ദേവന്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ടായിരുന്നു. നീലിമയുടെ വിവാഹം എന്നുണ്ടാകും? വിശ്വൻ വിഷയം മാറ്റാൻ ശ്രമിച്ചു. അവർക്കും എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ. നാളെയല്ലേ അവര് വരുന്നത്? അതെ. എങ്കിലേ നീ വീട്ടിലേക്ക് ചെല്ല്, സമയം എത്രയായില്ലേ? മൂളിയെങ്കിലും എഴുന്നേൽക്കാതിരുന്ന ദേവന്റെ കയ്യിൽ നിന്നും വിശ്വൻ ആ സിഗരറ്റ് വാങ്ങി മേശപ്പുറത്തിരുന്ന ആട്രയിൽ കുത്തിക്കെടുത്തി. ചെല്ല്. അതോടെ ദേവൻ എഴുന്നേറ്റ് വാതിലിന് നേർക്ക് നടന്നു. ദേവാ. വാതിൽക്കലെത്തിയ ദേവൻ തിരിഞ്ഞു നിന്നു. വിശ്വൻ അവനെയും നോക്കി മേശയിൽ ചാരി നിൽക്കുകയായിരുന്നു. നീ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുമെന്നുള്ള വിശ്വാസമാണ് അവരുടെ ഉള്ളിൽ. ആ വിശ്വാസം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ആ കാര്യം നടക്കാനുള്ള സാധ്യതയും കൂടും. പക്ഷെ ചിലരുണ്ട്, പ്രാർത്ഥിച്ച് നോക്കാം, ചിലപ്പോ നടന്നാലോ എന്ന് കരുതി പോകുന്നവര്. അത്തരക്കാരുടെ ആഗ്രഹങ്ങൾ നടക്കാനും സാധ്യതയില്ല. വിശ്വാസമുണ്ടെങ്കിൽ പോലും അത് നടക്കാതെ വരുമ്പോ ആ വിശ്വാസം നഷ്ടപ്പെടുന്നിടത്താണ് നമ്മൾ പരാജയപ്പെടുന്നതും. അവിടെ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. വിശ്വാസം എന്നതേ ഒരു പോസിറ്റീവ് എനർജിയാ. അതാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്ന് തന്നെ ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുക. ആദ്യം പരാജയപ്പെട്ടാലും ഇന്നല്ലെങ്കിൽ നാളെ ആ വിശ്വാസം നമ്മളെ ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിക്കും. അവൻ പറഞ്ഞത് കേട്ടിട്ട് മറുപടിയൊന്നും പറയാതെ ദേവൻ പാർട്ടി ഓഫീസിന്റെ വരാന്തയിലേക്ക് ഇറങ്ങി പടികൾക്ക് നേരെ നടന്നപ്പോ വിശ്വൻ ഒരു ദീർഘനിശ്വാസത്തോടെ അവനെ നോക്കി നിന്നു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്
See you soon.